ഹായ് എവരിവൺ, വെൽക്കം ടു മലയാളി സോക്കർ. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോ ഭാഗത്ത് സംസാരിക്കാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് വിശദമായി കടക്കുന്നതിന് മുൻപ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനായിട്ട് കൂടെ ശ്രദ്ധിക്കുക. സോ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ കടക്കാം. 2024 ഡ്യൂറൻഡ് കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടിയിരുന്നു. ക്വാർട്ടർ ഫൈനലിൽ ഏതായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളി ആരാണെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ബംഗളൂരു FC ആണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളിയായിട്ട് വരുന്നത്. ബംഗളൂരു FCയുടെ മെയിൻ ടീം തന്നെയാണ് ഇത്തവണത്തെ ഡ്യൂറൻഡ് കപ്പിൽ കളിക്കുന്നത്. ഏതായാലും മത്സരം വരുന്നത് 23-ാം തീയതി രാത്രി 7 മണിക്കാണ്. ഈ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അതേസമയം ഇതേ ലൈനപ്പിലെ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങൂ എന്നുള്ള അവകാശവാദം ഒന്നും എനിക്കില്ല, മറിച്ച് ഇതൊരു സാധ്യത 11 മാത്രം നിങ്ങൾ കാണുക. ലൈനപ്പിലേക്ക് വരുന്ന സമയത്ത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പറായിട്ട് സോംകുമാർ തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഡ്യൂറൻഡ് കപ്പിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ മത്സരങ്ങളിലും ആദ്യ 11 ഗോൾ കീപ്പറായിട്ടുണ്ടായിരുന്നത് സോംകുമാർ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ സോംകുമാർ തന്നെ അടുത്ത മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ 11 കളിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇനി ഡിഫൻസിലേക്ക് വരുന്ന സമയത്ത് റൈറ്റ് ബാക്ക് ആയിട്ട് ഐബൻ ദോഹ്ലിങ്ങും അതുപോലെ സെൻറ്റർ ബാക്കുകളായിട്ട് പ്രീതം കോട്ടാലും കൗഫും കളിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. കൗഫ് എന്ന് പറയുന്ന താരം പുതിയ താരമാണെങ്കിൽ കൂടെ കുറച്ച് ദിവസങ്ങളായിട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിനോടൊപ്പം ട്രെയിനിങ് താരം നടത്തി വരുന്നുണ്ട്. അതുകൊണ്ട് കൗഫിനെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ലെഫ്റ്റ് ബാക്കായിട്ട് സഹീഫ് കളിക്കാനുള്ള സാധ്യതയുമാണ് കാണുന്നത്. മിഡ്ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് ഫ്രെഡി എന്ന് പറയുന്ന താരം ഡിഫൻസീവ് മിഡ്ഫീൽഡറായി വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ സെൻറ്റർ മിഡ്ഫീൽഡേഴ്സായിട്ട് ലൂണയും ദാനിഷും വരാനുള്ള സാധ്യത കാണുന്നു. ഇനി നോക്കുന്നത് മുന്നേറ്റ നിരയിലേക്കാണ്. മുന്നേറ്റ നിരയിലേക്ക് വരുന്ന സമയത്ത് റൈറ്റ് വിങ്ങറായിട്ട് ഐമനും ലെഫ്റ്റ് വിങ്ങറായിട്ട് നോഹ സദോയും സ്ട്രൈക്കറായിട്ട് പെപ്രയും കളിക്കാനുള്ള സാധ്യതകളാണ് നമ്മൾ കാണുന്നത്. ഏതായാലും ഇതാണ് നമ്മുടെ ലൈനപ്പ്. നിങ്ങളുടെ അഭിപ്രായത്തിലുള്ള ലൈനപ്പ് കമൻറ്റ് ചെയ്യുക. അതുപോലെ ബ്ലാസ്റ്റേഴ്സും ബംഗളൂരു FCയും തമ്മിലുള്ള മത്സരത്തിൻ്റെ പ്രഡിക്ഷൻ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.